സംസ്ഥാനത്തെ ഇടത് വലത് മുന്നണികളെ രൂക്ഷമായി വിമർശിച്ച് SNDP യോഗത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട്. UDF സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങൾ നട്ടം തിരിയുകയാണ്. ഘടകകക്ഷികൾ അവരുടെ വകുപ്പുകൾ നഗ്നമായ അധികാര ദുർവിനിയോഗത്തിനും സ്വജനപക്ഷപാതത്തിനും വേദിയാക്കുന്നു. ഈ സ്ഥിതിയിലും ഉറക്കെ മുദ്രാവാക്യം വിളിക്കാൻ പോലും കെൽപ്പില്ലാതെ പ്രതിപക്ഷം പകച്ചു നിൽക്കുകയാണ്. രാജ്യത്ത് ഭരണമാറ്റമുണ്ടായിരിക്കുന്നുവെന്ന വസ്തുത എല്ലാവരും മനസ്സിലാക്കണമെന്നും SNDP യോഗത്തിന്റെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു. UDF സർക്കാരിന് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം മലവെള്ളപ്പാച്ചിൽ പോലെ വന്ന അഴിമതി ആരോപണ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി. രാഷ്ട്രീയ അഭ്യാസങ്ങൾക്കും ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും മാഫിയ സംഘങ്ങൾക്കുമുള്ള പരിശീലന കളരിയായി ഭരണം മാറിയിരിക്കുന്നു. രാഷ്ട്രീയ സമ്മർദ്ദവും ന്യൂനപക്ഷ സമ്മർദ്ദവും നടത്തുന്നവർക്ക് മാത്രം പരിഗണനയും അതില്ലാത്തവർക്ക് അവഗണനയുമാണെന്ന് SNDPയുടെ 109ാമത് വാർഷിക പൊതുയോഗത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ പല തീരുമാനങ്ങൾക്കും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. UDF സർക്കാരിന്റെ ഭരണത്തിൽ സാധാരണക്കാർ പൊറുതിമുട്ടുമ്പോൾ അവർക്ക് വേണ്ടി സമരം ചെയ്യാൻ പോയിട്ട് ഒന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിക്കാൻ പോലും കഴിയാത്ത പ്രതിപക്ഷത്തിന്റെ അവസ്ഥ പരമദയനീയമാണ്. ത്രിതല പഞ്ചായത്തിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് നീതി ലഭിക്കുന്നതിനായുള്ള പുതിയ സമരമുഖം തുറക്കാമെന്നും പ്രവർത്തന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ മിന്നുന്ന വിജയത്തിന് BJPക്ക് അഹന്തയുണ്ടാകാൻ പാടില്ല. സാധാരണക്കാരുടെ വികാരം അറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിൽ BJPക്കും കോൺഗ്രസിന്റെ ഗതിയുണ്ടാകുമെന്ന് റിപ്പോർട്ട് ഓർമ്മപ്പെടുത്തുന്നു. റിപ്പോർട്ടർ, ആലപ്പുഴ.